ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെയും അനന്തമായ സ്നേഹത്തെയും പ്രതി നമുക്ക് ആരാധിക്കാം. സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് 133 സങ്കീർത്തനത്തിന്റെ അഭിഷേകത്തിലെ സഹോദരങ്ങൾ ഒരുമിച്ച് നമ്മുടെ പിതാവിനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 185 സന്ദേശം. ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണ നിശബ്ദത പാലിക്കുവാൻ ഞാൻ കഠിന പ്രയത്നം ചെയ്തു. വലിയ ആരവത്തിനിടയിലും ഈശോ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിശബ്ദത കണ്ടെത്തി. പലപ്പോഴും ഞാൻ വളരെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ശക്തിയോടെയും ഞാൻ സ്നേഹിക്കുന്ന ഈശോയേക്കാൾ വിലമതിക്കുന്ന മറ്റെന്തുണ്ട്? വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 185 സന്ദേശം. പ്രിയമുള്ളവരെ, ഒരു അമ്മ തൻ്റെ കുഞ്ഞുമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എതിരെ വലിയ ദേഷ്യത്തോടെ ഒരു നായ കടന്നു വരുന്നു. ഈ കുഞ്ഞിനെ അമ്മ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കുഞ്ഞ് അല്പനേരം നിലത്തുകൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ നായ വരുന്നത് കണ്ടതേ കുഞ്ഞിനെ അമ്മയെടുത്ത് ഉയർത്തി. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് താഴേക്ക് വീണു. അമ്മ ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കടിക്കുവാൻ പാഞ്ഞു വന്ന നായ ഈ നിലത്ത് വീണ് കിടക്കുന്ന സാധനങ്ങളിൽ ഒന്നിൽ ആഞ്ഞു കടിച്ചു. അത് വലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അമ്മയുടെ കയ്യിൽ നിന്ന് വലിച്ചെടുത്തതെന്ന പോലെ ആ സഞ്ചിയും ആയിട്ട് നായ നിലത്തുകൂടി അത് വലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാലും അമ്മ തൻ്റെ കുഞ്ഞിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് സമാനമാണ് നിശബ്ദത. ഈ ലോകത്തിലെ നിശബ്ദതയെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തെ ഏറ്റവും അമൂല്യമായിട്ട് കാണുമ്പോൾ, ദൈവം മാത്രമാണ് എൻ്റെ സർവ്വ പരിഗണനയ്ക്കും അർഹനെന്ന് കാണുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ കൃപ എൻ്റെ ദൈവം തന്നെയാണ്. എൻ്റെ ദൈവത്തെ, എൻ്റെ പിതാവിനെ ഞാൻ സ്വന്തമാക്കിയതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മൾ ഈ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് പരിശ്രമിക്കും. അതിനുവേണ്ടി നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കും. തെറ്റായിട്ടുള്ള ആരോപണം അത് നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കി ദൈവസാന്നിധ്യ അവബോധത്തിൽ നിന്നും ദൈവസ്നേഹ അഭിഷേകത്തിൽ നിന്നും നമ്മളെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ, ദൈവസാന്നിധ്യത്തിന്റെ മാധുര്യം ആസ്വദിച്ച ഒരാള് ആ അവഹേളനത്തെ, അപമാനത്തെ, അപവാദത്തെ ഒന്നും പരിഗണിക്കുകയില്ല. അതിനെ വിട്ടുകളയും. മറ്റുള്ളവർ അനീതിപൂർവമായിട്ട് അപഹരിക്കുന്ന, നമുക്ക് ലഭ്യമായത് തട്ടിക്കളയുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന സമാധാനം അതിനെ അതിജീവിക്കാൻ എന്നെ സഹായിക്കും. അതിനും അപ്പുറത്തേക്ക് എന്നെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്ന ബോധ്യമുള്ളൊരു വ്യക്തി ദൈവവുമായിട്ടുള്ള ഐക്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ആ സംഭവത്തെ പരിഗണിക്കുകയില്ല. നമ്മളെ അകാരണമായിട്ട് വേദനിപ്പിക്കുകയും നമ്മളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് വേദനിപ്പിക്കുകയും നമ്മളെ വിവിധ കാരണങ്ങളാൽ മാരകമായിട്ട് വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സഹോദരങ്ങളും കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും സഹ സഹപാഠികളും ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവാം. എന്നാലും അവിടെയും എൻ്റെ ഈശോയുമായിട്ടുള്ള ആ ഒരു സ്നേഹം, അത് ഞാൻ അതിൻ്റെ ആഴം ആസ്വദിച്ചു തുടങ്ങുമ്പോൾ ഞാൻ എല്ലാം ക്ഷമിക്കാൻ തക്കവിധം സ്വതന്ത്രമാവുകയാണ്. അവിടെ ഒരു നിശബ്ദതയുണ്ടാവുകയാണ്. ഇങ്ങോട്ട് പ്രതികരിക്കുന്നതിന് തിരിച്ചു പ്രതികരിക്കാതെ സ്നേഹത്തിൽ, ഈശോയിൽ ഒന്നായി നിൽക്കുന്ന ഒരവസ്ഥ. ഈശോയെ, വിശുദ്ധമായ ഈ മൗനത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് പകർന്നു തരണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.